വല്ലാത്ത മോഷണങ്ങൾ ഏറെ കണ്ടിട്ടുള്ള നാടാണ് ബീഹാർ. ബീഹാറിൽ നിന്നൊരു പുതിയ മോഷണം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, മോഷണം പോയതൊരു കുളമാണ്. കാണാം റിപ്പോർട്ട്. വിചിത്രമായ പല മോഷണങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ. 60 അടി നീളമുള്ള പാലം മുതൽ ട്രെയിനിന്റെ എഞ്ചിൻ വരെ ബീഹാറിൽ മോഷണം പോയിട്ടുണ്ട്. ഈ പട്ടികയിലേക്ക് ഒടുവിലായി എത്തുകയാണ് ഒരു കുളം. സർക്കാരിന്റെ ഭൂമിയിലുണ്ടായിരുന്ന ഒന്നാം തരം കുളം. കഴിഞ്ഞ ദിവസം രാവിലെ കുളത്തിൽ മീൻ പിടിക്കാൻ എത്തിയവർ കാണുന്നത് കുളത്തിന് പകരം ഒരു കുടിലായിരുന്നു. പിന്നീട് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് സ്ഥലത്തെത്തുന്നതിനു മുൻപ് കുടിലിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്തിന് വർദ്ധിച്ചുവരുന്ന വില മൂലം റിയൽ എസ്റ്റേറ്റ് മാഫിയ കുളം മോഷ്ടിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയും കുളം മോഷണത്തിനുണ്ടായെന്നും ആരോപണമുണ്ട്. രാത്രികാലത്ത് നടന്ന കുളം നികത്തൽ ഉദ്യോഗസ്ഥർക്ക് തടയാമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന പൊതുകുളമായതിനാൽ പ്രതിഷേധം ശക്തമാണ്. ബീഹാറിൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ സാധാരണമാണ്. 2022 നവംബറിലാണ് ബേഗുസാരയിൽ നിന്ന് ട്രെയിനിന്റെ എഞ്ചിൻ കാണാതായത്. യാർഡിലേക്ക് തുരങ്കമുണ്ടാക്കിയെത്തിയ കള്ളന്മാർ പാർട്സുകളായാണ് എഞ്ചിൻ കടത്തിയത്. ഈ വർഷം ആദ്യത്തിലാണ് റോഹ്ദാസ് ജില്ലയിൽ നിന്ന് 60 അടി നീളമുള്ള പാലം മോഷണം പോയത്. JCBകളും ഗ്യാസ് കട്ടറുകളുമായി എത്തിയ മോഷ്ടാക്കൾ പാലം കഷ്ണങ്ങളാക്കി മുറിച്ചു കടത്തുകയായിരുന്നു. ഇതിനായി 3 ദിവസമാണ് കള്ളന്മാരെടുത്തത്. തീരുന്നില്ല ബീഹാറിലെ വല്ലാത്ത മോഷണ പരമ്പരകൾ. കഴിഞ്ഞ വർഷം ബീഹാർ ഞെട്ടിത്തെറിച്ചത് കിലോമീറ്ററുകളോളമുള്ള റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ അരമണിക്കൂറുകൾക്കകം മോഷ്ടിച്ചതാണ്. ടാറും സിമന്റും കോൺക്രീറ്റും നാട്ടുകാർ കൂട്ടത്തോടെ വാരി വീട്ടിലേക്ക് കൊണ്ടുപോയ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അങ്ങനെ റോഡും കുളവുമൊക്കെ കീശയിലാക്കുന്ന കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് ബീഹാർ. ന്യൂസ് ഡെസ്ക് 24.